ഒരു കാലത്ത് ഒരുവിധപ്പെട്ട എല്ലാ വീട്ടിലും തൈരും മോരും വെണ്ണയും നെയ്യും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അക്കാലത്ത് ഇക്കാര്യങ്ങൾ എല്ലാവർക്കും അറിയുമായിരുന്നു. ഇന്ന് ശരിയായ തൈരും മോരും തിരിച്ചറിയാൻ പോലും പറ്റാതായി. 3 ലിറ്റർ പാലാണിത്. നന്നായി ഇളക്കി പൊക്കി ഒഴിച്ചാണ് കാച്ചേണ്ടത്. തിളച്ചു കഴിഞ്ഞും ഇളക്കിക്കൊണ്ടിരിക്കണം. കൂടുതലായുള്ള ജലാംശം വറ്റി പാൽ കുറുകണം. കാച്ചി കുറുക്കുക എന്നാണ് ഇതിന് പറയുക. കാച്ചി കുറുക്കിയ പാൽ ആറാൻ വെക്കണം. നല്ല ചൂടുകാലത്താണെങ്കിൽ നേരിയ ചൂട് മതിയാവും. നല്ല തണുപ്പ് കാലത്താണെങ്കിലോ പാലിൽ വിരൽ തൊട്ടാൽ പെട്ടെന്ന് എടുത്തു മാറ്റാൻ തോന്നണം, അത്രയ്ക്ക് ചൂട് വേണം. സാധാരണ പുളിയുള്ള മോരാണെങ്കിൽ 1 ലിറ്ററിന് 1 ടേബിൾ സ്പൂൺ ധാരാളം. പുളി വളരെ കൂടുതലാണെങ്കിൽ 1 ടീസ്പൂൺ ധാരാളം. പാലിന് മീതെ 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വയ്ക്കാം. അതിൻ്റെ ഗുണവും മണവും കൂടി തൈരിലേക്ക് പടർന്നു കയറണം. ഉറകൂടൽ സാവധാനം നടന്ന് 10-12 മണിക്കൂർ കൊണ്ട് പാൽ മുഴുവനും കട്ടത്തൈര് എന്ന പുതിയ പദാർത്ഥമായി മാറും.